2012 റിലീസായ സിനിമയാണ് ട്രിവാൻഡ്രം ലോഡ്ജ്. ആ ടൈമിന് ഈ സിനിമ പറഞ്ഞൊരു സർപ്രൈസ് തന്നെയായിരുന്നു എനിക്ക് കിട്ടുക. കാരണം ഈ സിനിമയിൽ പല ഡയലോഗുകളും ശ്രദ്ധിച്ചാൽ മതി, ഇപ്പം ഇറങ്ങുന്ന സിനിമകളിൽ പോലും ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കൽ കുറവാണ്. ഇറങ്ങുന്ന മൊത്തം എന്നല്ല, ചില സിനിമകളിലൊക്കെ. കാരണം അന്നേ അഡ്വാൻസ്ഡ് ആയിട്ട് എടുത്തൊരു സിനിമയാണിത്. അഡ്വാൻസ്ഡ് മീൻസ് മേക്കിംഗ് അങ്ങനെ എന്തല്ല, ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്, അതായത് ഒരു ന്യൂ വേ ഓഫ് ഫിലിം മേക്കിംഗ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതിൻ്റെ കഥ എഴുതിയിരുന്ന അനൂപ് മേനോനായിരുന്നു. അനൂപ് മേനോൻ ജയസൂര്യ കോംബോ വി കെ പ്രകാശ് എന്നുള്ള ഈ ഒരു ടീം 2-3 പടം ചെയ്തിട്ടുണ്ട്. ഒക്കെ അത്യാവശ്യം കണ്ടിരിക്കാൻ രസമുള്ള പടങ്ങൾ തന്നെയായിരുന്നു. ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ വേറെ ആളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കോക്ടൈൽ, അങ്ങനെ കുറച്ച് പടങ്ങളുണ്ടായിരുന്നു ഇവരുടെ ഒരു കോമ്പിനേഷനിൽ വന്നാൽ. അതൊക്കെ നല്ല രസമുള്ള സിനിമകളാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് ഇത്, ട്രിവാൻഡ്രം ലോഡ്ജ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൊത്തത്തിലൊരു സ്റ്റോറി ടെല്ലിങ് ഭയങ്കര രസമാണ്. നല്ല പാട്ടുകൾ, നല്ല വിഷ്വൽസ്, അതുപോലെ തന്നെ ഭയങ്കര ഒരു ഹൈ സ്പീഡിൽ പോകാത്ത വളരെ സ്ലോ പേസിൽ സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതി, ഓരോ ക്യാരക്ടേഴ്സിനും കൊടുക്കുന്ന ഡീറ്റെയിലിങ്, അതെല്ലാം കൊണ്ടൊരു രസമുള്ള സിനിമ തന്നെ ഇരുന്നത്. പിന്നെ ഈ പടത്തിനെ പറ്റി പറയുന്നത് ഒരു ന്യൂജൻ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പടം, അങ്ങനത്തെ ഒരു മേക്കിങ്ങുമാണ്. ചില ഡയലോഗും ചില സീക്വൻസൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമുള്ള സിനിമയാണ് കേട്ടത്. കാരണം ഇതിലെ ജയസൂര്യയുടെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. ഒന്നും നടക്കാത്തൊരു പാവം പിടിച്ച മനുഷ്യൻ. മൂപ്പര് കുറേ കാര്യങ്ങൾ നടത്താൻ ശ്രമിക്കും. അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈജു കുറുപ്പാണെങ്കിലോ മൂപ്പർക്ക് നടന്നുകൊണ്ടിരിക്കും ഒക്കെ. അത് അതിൻ്റെ മേലെ. പിന്നെ അനൂപ് മേനോനെ നോക്കുകയാണെങ്കിൽ ഫുൾ റിച്ച് ആയിട്ടൊരു ക്യാരക്ടർ. എന്നാൽ മൂപ്പരുള്ള സങ്കടം ഉണ്ട്. ഇതിൽ തന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യിച്ച ക്യാരക്ടർ ആരാണെന്ന് വെച്ചാൽ ഒരു സിംഗർ ഉണ്ടല്ലോ, എന്താ മൂപ്പര് പേര്, നമ്മുടെ ജയചന്ദ്രൻ, മരിച്ചുപോയി അദ്ദേഹം. അദ്ദേഹം ഈ സിനിമയിൽ കിട്ടില്ല ക്യാരക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് മൂപ്പര് ക്യാരക്ടർ, നല്ല ഓളുള്ളൊരു ക്യാരക്ടറാണ്. ആ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഡയലോഗും കാര്യമൊക്കെ ഉണ്ട്, നല്ല രസമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം. കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. മസ്റ്റ് വാച്ച് എന്നൊന്നും പറയില്ല, എന്നാലും കണ്ടിരിക്കാൻ പറ്റിയൊരു ഡീസൻറ്റ് പടം തന്നെയാണ്.